നമ്മൾ ലൈറ്റ് റൂം ഉപയോഗിച്ച് ഫോട്ടോ കളർ ഗ്രേഡ് ചെയ്യുന്ന അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് നമുക്ക് ഫോൺ വെച്ചിട്ട് കളർ ഗ്രേഡ് ചെയ്യാൻ പറ്റും. അടിപൊളിയല്ലേ? നമ്മുടെ ലൈറ്റ് റൂം ആപ്പിൽ നമ്മൾ നേരിടുന്ന പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിൽ നമുക്ക് ഫോട്ടോസിനെ മാത്രമേ കളർ ഗ്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ, വീഡിയോസിന് നോട്ട് പോസിബിൾ ആണ്. ബാക്ക് വിത്ത് പുതിയൊരു വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ ലൈറ്റ് റൂമിൽ ചെയ്യുന്ന, അതായത് കളർ ഗ്രേഡിങ്ങും പ്രീസെറ്റും മൊത്തത്തിൽ എന്തൊക്കെ സംഭവങ്ങൾ ചെയ്യുന്നുണ്ടോ ആ ഒരു സെയിം എഫക്റ്റ് തന്നെ നമ്മളെടുക്കുന്ന വീഡിയോസിലും ഇടാൻ പറ്റും. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലൊക്കെ അറിയുന്നുണ്ടാവും, ഒരു ചെറിയ ട്രിക്കാണ്. അപ്പോൾ ഒരുപാട് പ്രൊസീജിയറുകളുണ്ട്, പ്രൊസീജിയറല്ല കുറച്ച് സ്റ്റെപ്പുകളുണ്ട്. നിങ്ങളിപ്പോൾ ബിസി ടൈമിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് വീഡിയോ വാച്ച് ലേറ്ററിൽ ഇട്ടിട്ട് ഫ്രീ ആവുന്ന സമയത്തൊന്ന് കാണാൻ ശ്രമിക്കുക. കാരണം കറക്റ്റ് സ്റ്റെപ്പുകൾ ഫോളോ ചെയ്താലേ എററാവാതെ ഈ ഒരു സംഭവം ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. കുറച്ച് ഞാൻ യൂട്യൂബിൽ നോക്കിയ സമയത്ത് കുറച്ച് ഇംഗ്ലീഷ് വീഡിയോയുടെ താഴത്തൊക്കെ നല്ല കമൻ്റ് ഉണ്ട്, നോട്ട് വർക്കിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് തന്നെ നിങ്ങളെ വീഡിയോസിനെ കളർ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ തുടങ്ങാം. വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ കളർ ഗ്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കളർ ഗ്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു വീഡിയോയാണ്. അപ്പോൾ ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ വെർട്ടിക്കലായിട്ടാണ്, നിങ്ങൾക്ക് കാണുന്നുണ്ടോ? പോയി. അപ്പോൾ വെർട്ടിക്കലായിട്ടുള്ള ഒരു വീഡിയോ ആണ്. എനിവേ ഈ ഒരു വീഡിയോ ആദ്യം ഓപ്പൺ ചെയ്ത് വെക്കുക. വീഡിയോയിൽ നല്ലൊരു ഷോട്ട്, അതായത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഷോട്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ഷോട്ടിനെ ഇപ്പോൾ ഇവിടെ നിർത്തി ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക ആദ്യം തന്നെ. പിന്നെ ആ ഒരു സ്ക്രീൻഷോട്ടിലാണ് ഇനി നമ്മുടെ കളി. അപ്പോൾ ബാക്കി പ്രൊസീജിയറൊക്കെ നമ്മൾ സ്റ്റെപ്പ് വൈസ് സ്റ്റെപ്പായിട്ട് നീറ്റായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ക്ലിയർ ആയിട്ട് അത് മനസ്സിലാക്കുക. അപ്പോൾ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്തത് വീഡിയോ ഓപ്പൺ ചെയ്തു, വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്തു. ഇനി ചെയ്യേണ്ടത്, നമ്മൾ ഈ ഒരു ഇമേജിനെ, ഇപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്ത ഈ ഒരു ഇമേജിനെ എന്ത് ചെയ്യുക, ലൈറ്റ് റൂമിൽ അങ്ങോട്ട് ഓപ്പൺ ചെയ്ത് വെക്കുക. അതിന് ശേഷം നമ്മൾ ഉദ്ദേശിക്കുന്ന ടൂണിലേക്ക് ആ ഒരു ഇമേജിനെ കളർ ഗ്രേഡ് ചെയ്യുക. ആ ഒരു കളർ ഗ്രേഡിങ് ആയിരിക്കും മൊത്തത്തിൽ ഇനി ആ ഇമേജിൽ നമ്മൾ ചെയ്യുന്ന ഗ്രേഡിങ്സ് ആണ് ആ ഒരു വീഡിയോയിൽ ഗ്രേഡായിട്ട് വരിക. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു കളർ ഗ്രേഡിങ് നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഒരു പ്രീസെറ്റ് അല്ല, നമുക്ക് കളർ ഗ്രേഡിങ് ചെയ്ത് തന്നെ എടുക്കാം. കളർ ഗ്രേഡിങ് കംപ്ലീറ്റ് ആണ്. അപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് ടൂണിലേക്കാണ് നമ്മളിപ്പോൾ ആ ഒരു ഇമേജിനെ ആക്കിയെടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഇമേജിൽ തന്നെ പ്രീസെറ്റ് കാര്യങ്ങളൊക്കെ ഇട്ട് സെറ്റാക്കാം. അപ്പോൾ ഞാൻ ഇതുവരെ ചെയ്ത പ്രീസെറ്റിൻ്റെ വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്താൽ പ്രീസെറ്റിൻ്റെ ഒരു പ്ലേലിസ്റ്റ് കാണാൻ പറ്റും. ഈ ഒരു വീഡിയോ കഴിഞ്ഞിട്ട് പോയി നോക്കിയാൽ മതി. എനിവേ നമ്മൾ ആ ഒരു ഫോട്ടോയെ കളർ ഗ്രേഡ് ചെയ്തു. ശേഷം ലൈറ്റ് റൂം ക്ലോസ് ചെയ്യേണ്ട, അതുപോലെ തന്നെ ബാക്ക് വരിക, എന്നിട്ട് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇനി ക്രോമിലാണ് കളി. ക്രോമിൽ നമ്മൾ ഡാറ്റ കണക്ഷൻ ഓൺ ചെയ്ത ശേഷം സെർച്ച് ചെയ്യുക OLC, ഓൺലൈൻ ലെറ്റ് ക്രിയേറ്റർ. ലെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോട്ടോയിൽ പ്രീസെറ്റ് ആണല്ലോ ട്യൂൺ ചെയ്യാൻ ഉപയോഗിക്കുന്ന സംഭവം. ചെറിയ ലൈറ്റ് കുറവുണ്ട്. ഓക്കെ, നമ്മൾ ഫോട്ടോയിൽ പ്രീസെറ്റ് ആണല്ലോ ട്യൂൺ ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനം. പക്ഷേ ഈ വീഡിയോൻ്റെ കേസിൽ ആ ഒരു പ്രീസെറ്റിൻ്റെ നെയിം നമ്മൾ ലെറ്റ് എന്ന പേരിൽ റീപ്ലേസ് ചെയ്യുക. അപ്പോൾ ഓൺലൈൻ ലൈറ്റ് ക്രിയേറ്റർ എന്ന സൈറ്റ് വരും. 2-3 സൈറ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് കാണുന്ന ആ സൈറ്റിൽ കയറുക. ആ സൈറ്റ് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓൺലൈൻ ലെറ്റ് ക്രിയേറ്റർ എന്ന് കാണിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രീസെറ്റിന് പകരം നമ്മൾ ലെറ്റാണ് വീഡിയോയിൽ ഇടുക. അപ്പോൾ എന്തിനാണ് ഇപ്പോൾ ഈ സൈറ്റിൽ വന്നതെന്ന് വെച്ചാൽ നമുക്കൊരു PNG ഫയൽ വേണം. PNG ഫയലിലേക്കാണ് നമ്മൾ നേരത്തെ അതായത് കളർ ഗ്രേഡ് ചെയ്തെടുക്കേണ്ടത്. എന്നിട്ടാണ് ആ PNG ആണ് നമുക്ക് ലെറ്റാക്കിയിട്ട് മാറ്റേണ്ടത്. അപ്പോൾ ലെറ്റാക്കി മാറ്റുന്ന ഫോർമാറ്റ് .qb ആണ്. നമ്മൾ പ്രീസെറ്റിനൊക്കെ DNG XML എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ലെറ്റിൻ്റെ കേസിൽ അതിൻ്റെ എക്സ്റ്റൻഷൻ QB ആണ്. QBയിലേക്ക് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ആ QBയിലേക്ക്, അതായത് ലെറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടത് JPG ഫോർമാറ്റിലുള്ള ഒരു ഫയലല്ല, ഒരു ഡെമോ PNG ആണ്. അപ്പോൾ ഈ സൈറ്റിൽ കയറിയിട്ട് ഡൗൺലോഡ് PNG എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡെമോ PNG, അതായത് ലെറ്റ് ക്രിയേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള PNG നമ്മുടെ ഫോണിലേക്ക് കിട്ടും. അത് ഡയറക്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്യാം. ലെറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ആ PNG ഫയൽ ഡൗൺലോഡ് ചെയ്ത്, PDF അല്ല PNG. അപ്പോൾ PNG ഫയൽ ഡൗൺലോഡ് ചെയ്ത ശേഷം നേരെ ആ ഡൗൺലോഡ് ചെയ്ത ഫയലിനെ നമ്മുടെ ലൈറ്റ് റൂമിലേക്ക് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ലൈറ്റ് റൂമിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ ആ ഫോട്ടോയിൽ ചെയ്ത എഫക്റ്റ് ഉണ്ടല്ലോ, എഫക്റ്റ് മീൻസ് നിങ്ങൾക്ക് പ്രീസെറ്റ് ഇടുന്ന പോലെ തന്നെ ആ ഫോട്ടോയിൽ ചെയ്ത മൊത്തം എഫക്റ്റിനെ ഈ ഒരു ഫയലിലേക്ക് കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. അപ്പോൾ അതിനായിട്ട് ആദ്യം നേരത്തെ നമ്മൾ പ്രീസെറ്റ് ചെയ്യുന്ന അതുപോലെ തന്നെ ആ ഫോട്ടോയിൽ പോവുക, 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് കോപ്പി സെറ്റിങ്സ് അടിക്കുക. ശേഷം നമ്മുടെ ഇപ്പോൾ
ഇപ്പോൾ ഡൗൺലോഡ് ചെയ്ത ഈ ഡെമോ PNG-യിലേക്ക് വന്നിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ ആ ഒരു എഫക്റ്റ് ഇതിൽ പേസ്റ്റായി. എഫക്റ്റ് പേസ്റ്റായിട്ട് വെറുതെ ലൈറ്റ് നോക്കി നിൽക്കണ്ട, നേരെ നമുക്ക് ഈ ഒരു PNG ഫയലിനെ നമ്മുടെ ഫോണിലേക്ക് അങ്ങോട്ട് സേവ് ചെയ്യുക. ഫോണിലേക്ക് സേവ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇതുവരെ നമ്മൾ എന്താ ചെയ്തത് വെച്ചാൽ ആദ്യം ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്തു, അതിനുശേഷം സ്ക്രീൻഷോട്ട് എടുത്ത ഫോട്ടോയെ കളർ ഗ്രേഡ് ചെയ്തു, എന്നിട്ട് ഓൺലൈൻ ലെറ്റ് ക്രിയേറ്ററിൽ നമുക്ക് പേസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഡെമോ PNG ഫയൽ ഡൗൺലോഡ് ചെയ്തു. ലൈറ്റ് റൂമിലിട്ട് നേരത്തെ നമ്മൾ ചെയ്തെടുത്ത കളർ ഗ്രേഡിങ്സ് മൊത്തമായിട്ട് ആ ഒരു ഡെമോ PNG-യിലേക്ക് അങ്ങോട്ട് ഇനി സേവ് ചെയ്തു. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇപ്പോൾ നമ്മൾ സേവ് ആയിട്ടുള്ള ഇമേജ്, അതായത് നമ്മളിപ്പോൾ സേവ് ചെയ്ത PNG ഉണ്ടല്ലോ, അത് നമ്മൾ ലൈറ്റ് റൂമിൽ കയറ്റുന്നത് വരെ PNG ആയിരുന്നു. അപ്പോൾ നമ്മൾ സേവ് ചെയ്ത സമയത്ത് അതൊരു JPG ആയിട്ട് മാറിയിട്ടുണ്ട്. എക്സ്പോർട്ട് ചെയ്ത സമയത്ത് JPG ആയി. അപ്പോൾ ഇനി ആ JPG-യെ നമുക്ക് PNG-യിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ PNG ഫയലിനെ മാത്രമേ നമുക്ക് ലെറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനായിട്ട് വീണ്ടും ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക, എന്നിട്ട് JPG to PNG കൺവേർട്ടർ എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഒരുപാട് സൈറ്റ് വരും, നിങ്ങൾക്ക് ഏത് സൈറ്റാണോ ഇഷ്ടം. അപ്പോൾ ഞാൻ ഇപ്പോൾ ഫസ്റ്റ് വരുന്ന സൈറ്റാണ് ഇട്ടത്. അപ്പോൾ ക്ലൗഡ് കൺവേർട്ട് എന്നാണ് നമ്മുടെ സൈറ്റിൻ്റെ പേര്. അതിൽ നേരെ നമ്മുടെ ഫോട്ടോ അപ്ലോഡ് കൺവേർട്ട് ടു PNG സെറ്റ് ചെയ്യുക. അതിനുശേഷം അപ്ലോഡ് ഫയലിൽ നമ്മൾ നേരത്തെ ഡൗൺലോഡ് ലൈറ്റ് റൂമിൽ ക്രിയേറ്റ് ചെയ്ത ആ ഡെമോ PNG അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ശേഷം കൺവേർട്ട് ഓപ്ഷനിൽ കൺവേർട്ടിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് ശേഷം നേരെ ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്കിപ്പോൾ ഒരു PNG കിട്ടി. അപ്പോൾ ഈ PNG കിട്ടി. അപ്പോൾ ഇപ്പോൾ കിട്ടിയ PNGക്ക് ഒരു പ്രത്യേകത ഉണ്ട്. കാരണം നമ്മൾ കളർ ഗ്രേഡ് എടുത്ത PNG ആണ്. അപ്പോൾ കളർ ഗ്രേഡ് എടുത്ത PNG ഇനി നമുക്ക് QB ഫോർമാറ്റിലേക്ക്, ലെറ്റിൻ്റെ ഫോർമാറ്റ് .qb-യിലേക്ക് മാറ്റാനായിട്ട് നമ്മൾ ഫസ്റ്റ് കയറുമല്ലോ, ഡെമോ PNG ഡൗൺലോഡ് ചെയ്ത സൈറ്റ് ഉണ്ടല്ലോ, OLC ഓൺലൈൻ ലെറ്റ് ക്രിയേറ്റർ, ആ ഫസ്റ്റ് സൈറ്റിൽ തന്നെ കയറുക. ആ സൈറ്റിൽ തന്നെ കയറുക. അതിൽ അപ്ലോഡ് PNG എന്നുള്ള ഓപ്ഷനിൽ ഇപ്പോൾ നമ്മൾ സേവ് ചെയ്തെടുത്ത PNG അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഇനി അതിൻ്റെ ശേഷം അപ്ലോഡ് ആയി കഴിഞ്ഞാൽ തന്നെ ജനറേറ്റ് ലെറ്റ് എന്ന് കൊടുത്താൽ തന്നെ ഒരു QB ഫോർമാറ്റിലുള്ള ഒരു ലെറ്റ് നമ്മുടെ ഫോണിലേക്ക് ഡൗൺലോഡ് ചോദിക്കും. ഓൺലൈൻ ലെറ്റ് ക്രിയേറ്റർ .qb എന്നാണ് ആ ഫയലിൻ്റെ പേര്. അപ്പോൾ ഡൗൺലോഡിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ശേഷം കഴിഞ്ഞു. ഇതാണ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തെടുത്ത പ്രീസെറ്റ്. ഇനി ഇതെങ്ങനെ വീഡിയോക്ക് ഇടാൻ നോക്കാം. ശേഷം നമ്മുടെ VN വീഡിയോ എഡിറ്റർ, നമ്മുടെ സ്വന്തം VN വീഡിയോ എഡിറ്റർ. അപ്പോൾ VN വീഡിയോ എഡിറ്ററിൻ്റെ ഒരു ബേസിക് വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ അത് കാണാത്തവർക്കായിട്ട് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് വാച്ച് ചെയ്യുക. അപ്പോൾ VN വീഡിയോ എഡിറ്റർ ഓപ്പൺ ചെയ്യുക. അതിൽ VN വീഡിയോ എഡിറ്റർ ഓപ്പൺ ചെയ്തു. ഇനി ഇതിലേക്ക് നമ്മൾ കളർ ഗ്രേഡ് ചെയ്യേണ്ട വീഡിയോ ഞാൻ നേരത്തെ കാണിച്ചല്ലോ, ഞാൻ ചെയ്യുന്ന വീഡിയോ, അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന വീഡിയോ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇമ്പോർട്ട് ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ VN വീഡിയോ എഡിറ്റർ ഇമ്പോർട്ടായി. ശേഷം നമ്മുടെ വീഡിയോ ഇതിൻ്റെ ടൈം ലൈനിൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. അതിൽ ഫിൽറ്റർ ഓപ്ഷൻ എടുക്കുക. ഫിൽറ്റർ ഓപ്ഷൻ്റെ സൈഡിൽ തന്നെ ഒരു പ്ലസ് ഐക്കൺ കാണാൻ പറ്റും. ആ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ വീണ്ടും ഒരു പ്ലസ് ഐക്കൺ വരും. അതിൽ ഫയൽ മാനേജറിൽ പോയിട്ട് നേരത്തെ ഇപ്പോൾ നമ്മൾ സേവ് ചെയ്ത ഫയൽ റീസെൻറ്റിൽ ഉണ്ടാവും. അപ്പോൾ റീസെൻറ്റിൽ തന്നെ ഉണ്ട്. അപ്പോൾ റീസെൻറ്റിൽ നിന്ന് ആ ഫയൽ ക്ലിക്ക് ചെയ്താൽ ആ ഒരു ലെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നേരെ അതിൽ ക്ലിക്ക് ചെയ്താൽ യെസ് കഴിഞ്ഞു. നമ്മുടെ ആ ഒരു ലെറ്റിലെ മൊത്തം എഫക്റ്റ് നമ്മുടെ പ്രീസെറ്റ് ഇടുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ കാണുന്ന ലെറ്റുകളൊക്കെ ഞാൻ ഉപയോഗിക്കുന്ന ലെറ്റുകളാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് പ്രീസെറ്റ് ഗിവ് അവേ ചെയ്യുന്ന പോലെ തന്നെ ലെട്ടും വേണമെന്ന് ഗിവ് അവേ ചെയ്യാം. അപ്പോൾ ലെറ്റ് വേണ്ടവർ ജസ്റ്റ് ലൈക്ക് അടിച്ചിട്ട് കമൻറ്റ് ചെയ്യുക. എനിവേ ഇതാണ് നമ്മുടെ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത ലെറ്റ്. നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഓഫ് ലെറ്റിൽ പ്രീസെറ്റ് ലൈറ്റ് റൂമിൽ നേരെ ഈ കൺവേർട്ടർ പ്രോസസ്സ് ഉപയോഗിച്ചിട്ട് ഏത് ടൈപ്പ് ഓഫ് പ്രീസെറ്റ് നമ്മുടെ എന്താ ചെയ്യുക വീഡിയോക്ക് ഇടാൻ പറ്റും. മറ്റ് പ്രീസെറ്റിന് നമ്മുടെ ഈ വീഡിയോക്ക് ഇടാം. ഇനി ജസ്റ്റ് ഒരു ചെറിയ റാമ്പിങ് എഫക്റ്റ് കൂടെ ഞാൻ കാണിച്ചു തരാം. VN വീഡിയോ എഡിറ്ററിൽ ചെയ്യുന്നത് അതിനായിട്ട് സ്പീഡ് എടുക്കുക. സ്പീഡിലൊരു ഗ്രാഫ് ഉണ്ടാവില്ല. അപ്പോൾ ഫസ്റ്റ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന റാമ്പിങ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഫാസ്റ്റ് കൊണ്ടുവരും, പിന്നെ സ്ലോ ആക്കും, പിന്നെ ഫസ്റ്റ്, പിന്നെ സ്ലോ. ആ ഒരു റാമ്പിങ് എഫക്റ്റ് കൂടെ ഒന്ന് അപ്ലൈ ചെയ്യാം. ഓക്കെ, റാമ്പിങ് ഡണ്ണാണ്. അപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ ഫ്രെയിം റേറ്റ് 30 ആയതുകൊണ്ട് തന്നെ സ്ലോ ആക്കുമ്പോൾ ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. ചെറിയൊരു സ്റ്റക്കായി വരുന്ന സംഭവമുണ്ട്, ഫ്രെയിം ഡ്രോപ്പ് ആവുന്നുണ്ട്. അപ്പോൾ ഒരു സ്ലോ 60 FPS ചെയ്യുന്ന വീഡിയോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് റാമ്പിങ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ. ഇങ്ങനെയാണ് നമ്മൾ ഫോണിൽ കളർ ഗ്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം. ഈ ഒരു സെയിം മെത്തേഡ് തന്നെ നമുക്ക് ആഫ്റ്റർ എഫക്റ്റിലും പ്രീമിയറിലൊക്കെ ഉപയോഗിക്കാൻ പറ്റും. PC-യിൽ ലൈറ്റ് റൂമിൽ നിന്ന് ഡയറക്റ്റ് അതിൻ്റെ ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട്. അപ്പോൾ മൊത്തം സ്റ്റെപ്പുകൾ നിങ്ങൾ ഒന്നുകൂടി വീഡിയോ ഒന്ന് റിവൈൻഡ് അടിച്ച് കണ്ടാൽ മതി മൊത്തത്തിൽ മനസ്സിലാവാൻ. ഇനി എന്തെങ്കിലും ടൈപ്പ് ഓഫ് ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ചോദിക്കുക. അതല്ല ഡയറക്റ്റ് നിങ്ങൾക്ക് ഇൻട്രാക്ട് ചെയ്യാനായിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ID ഇവിടെ ഇങ്ങനെ കാണുന്നുണ്ടല്ലോ. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യേണ്ട. ആ ഒരു സെയിം ID നിങ്ങൾ ഇൻസ്റ്റയിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ എന്നെ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് കൊറീസൊക്കെ അവിടെ നമുക്ക് റെഡിയാക്കാം. അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ വീഡിയോ കളർ ഗ്രേഡിങ് ടിപ്സ്. അപ്പോൾ ലൈറ്റ് പറ്റ കുറവല്ലേ. അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ. പിന്നെ കൂടില്ല. അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ വീഡിയോ കളർ ഗ്രേഡിങ് ടിപ്സ്. അപ്പോൾ നെക്സ്റ്റ് ഒരു ക്രിയേറ്റീവ് വീഡിയോ ആയിട്ട് കാണാം.